الرحيم قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذا انبعث أشقاها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها. തജ്വീദ് ശ്രദ്ധിക്കാനുള്ളത് ഖദ് അതാലെന്ത് ചെയ്യണം?
വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ ഖദ് ഖുൽ ഹുവല്ലാഹു അഹദ് ദ് അങ്ങനെ തന്നെ പറയണമെന്നാ. അപ്പം ഖദ് അതിൻ്റെ ഇതെന്താന്ന് വെച്ചാൽ കുത്തുബ് ജദ് എന്നറിയും. കുത്തുബ് ജദ് ഈ അക്ഷരങ്ങൾ വന്നാൽ അയിമ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാഫ്, ത്വാ, ബാ, ദാല്, ജീമ് ഈ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് കുത്തുബ് ജദ് അറിയണത്. ഇതിമേലൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്പം ശിദ്ധത്തോടു കൂടി നിർത്തും വേണം. അത് ഉച്ചരിക്കുമ്പോൾ എന്ത് വേണം? പിന്നെ ശിദ്ധത്ത് വേണം. അപ്പം ഖദ്. പിന്നെ അഫ്ലഹ ഖത്തഇൻ്റെ ഹംസയാണ്, നിർബന്ധമായിട്ട് അതിനെ ഉച്ചരിക്കണം. ഖദ് അഫ്ലഹ എന്നൊന്നും ഓതാൻ പാടില്ല. ഖദ് അഫ്ലഹ, ഖദ് അഫ്ലഹ. പിന്നെ മൻ എന്നുള്ള സാക്കിനായ നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് മൻ സക്കാഹ, മൻ സക്കാഹ. അവിടെ ആ നൂനിനെ യഖ്ഫ ചെയ്യും വേണം, മണിക്കും വേണം. പിന്നെ സക്ക എന്നുള്ളിടത്ത് ശരിക്കുള്ള അലിഫ് അല്ലട്ട്, ഒരു യാ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വരയല്ലേ, ഇങ്ങനെയല്ലേ നിങ്ങൾ കാണുന്നത് അല്ലേ? അതിനെന്താ? ആ യാഗിനെ അകാരമാക്കി ഉച്ചരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ യാഗിനെ അകാരമാക്കി ഉച്ചരിക്കണം. അപ്പോൾ ഖദ് അഫ്ലഹ മൻ സക്കാഹ. പിന്നെ വഖദ് അവിടെ അതേപോലെ തന്നെ ഖാബ. പിന്നെ മൻ ദസ്സാഹ, മൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്തുകൊണ്ട് അല്പം മണിച്ചുകൊണ്ട് തരിമൂക്ക് തരിപ്പിച്ചുകൊണ്ട് തന്നെ പറയണം. അപ്പോൾ മൻ ദസ്സാഹ. പിന്നെ കദ്ദബത്, കദ്ദബത് സമൂദു ബിത്വഗ്വാഹ. ആ വൈന് വ്യക്താക്കണം. ബിത്വഗ്വാഹ, തഗ്വാ എന്നൊന്നും ഓതാൻ പാടില്ല. ബിത്വഗ്വാഹ. അവിടെയും ആ യാകുമ്പോൾ അലിഫുണ്ട്. യാ ആ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഹാ. പിന്നെ നിങ്ങൾ കൂട്ടി ഓതാണെങ്കിൽ എങ്ങനെ ഓതണം? ബിത്വഗ്വാഹ ഇതിം. അത് കൂട്ടി ഓതാണെങ്കിൽ അങ്ങനെ നീട്ടണം. ഇല്ല എങ്കിൽ സാധാരണ പോലെ നീട്ടിയാൽ മതി. പിന്നെ ഇതിം ബഅസ. അവിടെ കണ്ടില്ലേ? ഇതിം കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഇത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഒരു നൂനുണ്ട് അല്ലേ? നൂനിൻ്റെ ശബ്ദം എന്നല്ലേ? എന്നല്ലേ ശരിക്കും ഉച്ചരിക്കണ്ടേ അല്ലേ? പിന്നെ അതിൻ്റെ ശേഷം വരുന്ന അക്ഷരം എന്താ? നൂനിൻ്റെ ശേഷം ബാ. ഇംബാസ എന്നുള്ളിടത്ത് ബാ അല്ലേ വരുന്നത്? നൂനിൻ്റെ ശേഷം ബാ ആണ് വരുന്നത്. അപ്പം ഇതാണ് നിയമം. സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അവിടെ ഇഖ്ലാബ് ചെയ്യണം എന്നാ. എന്താ ഇഖ്ലാബ് അറിയണത്? എങ്ങനെ മറിക്കുക? ഇഖ്ലാബ് എന്ന് പറയുന്നത് നേരെ ഇങ്ങനെയുള്ള സാധനം നേരെ ഉൾട്ടായിട്ടാണ് മറിക്കുക എന്നാണ് ഭാഷയിലർത്ഥം. അപ്പോൾ നൂനിൻ്റെ ശബ്ദത്തെ എന്ന് പറഞ്ഞാൽ ഇൻ അല്ലേ, എന്നുള്ള ശബ്ദത്തെ എന്നുള്ള മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക. അതാണ്. അപ്പം എങ്ങനെ ഓതണം? അതിനാണ് ഒരു കുട്ടി മീം ഇട്ടുണ്ടാവുക അതിൽ അല്ലേ? ആ നൂനല്ല നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. എന്ത് ഉച്ചരിക്കണം? മീമിൻ്റെ ശബ്ദമാക്കി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണത്. അപ്പോൾ ഓതേണ്ടത് എങ്ങനെ? ഇതിം ബഅസ, ഇതിം ബഅസ, ഇതിം ബഅസ അഷ്ഖാഹ. അഷ്ഖാഹ. അവിടെ ആ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ഇനി നിങ്ങൾ ആ 4 ആയത്ത് ഒന്നുകൂടി ഓതി വയ്ക്കാനും എല്ലാവരും കൂടി. ഖദ് ഇനി അർത്ഥം പറഞ്ഞോളി. ഖദ് തീർച്ചയായിട്ടും. അഫ്ലഹ, അഫ്ലഹ വിജയിച്ചു. ആര്? മൻ യാതൊരുവൻ, ഒരുത്തൻ. സക്കാഹ, സക്ക ശുദ്ധീകരിച്ചു, സംസ്കരിച്ചു. ഹ
അതിനെ ഏതിനെ അതിന് മുമ്പ് എന്താ പറഞ്ഞത്? വനഫ്സിം വമാ സവ്വാഹ എന്നല്ലേ? മനുഷ്യന്റെ മനസ്സും അതും പിന്നെ അതിനെ രൂപപ്പെടുത്തിയ ആ രൂപം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. മൻ സക്കാഹ, ആ നഫ്സിനെ ആ മനസ്സിനെ സംസ്കരിച്ചവൻ ആരോ അവൻ വിജയിച്ചു. വഖദ് ഖാബ, വഖദ് ഖാബ തീർച്ചയായും പരാജയപ്പെട്ടു. മൻ ഒരുത്തൻ, ദസ്സാഹ ആ മനസ്സിനെ മലിനപ്പെടുത്തിയവൻ, ആ നഫ്സിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു. അത് മതി. ഒന്നുകൂടി, ഖദ് തീർച്ചയായും ചെയ്തിരിക്കുന്നു. എന്തൊക്കെ പൈല നമുക്ക് പഠിക്കാനുള്ളത്? ഒരു പദം ഖദ്, ഇനി നമ്മൾ പഠിക്കുന്ന ഭാഷയാണ് ഖദ്. ഈ ഖദ് അറബി ഭാഷയിൽ എന്തിനാ ഉപയോഗിക്കുക? ഈ ഖദ് എപ്പോഴും വരിക, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ മനസ്സിനെ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചു, ആരാണോ അതിനെ പരാജയപ്പെടുത്തിയവൻ പിന്നെ അതിനെ മലീമസമാക്കിയവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തു എന്നാണല്ലോ ഇപ്പോൾ വാക്കിൻ്റെ അർത്ഥം. അതിൽ ഒന്നാമത്തെ പദം ഖദ്. ഖദ് വെർബിനോട് കൂടി വരുമ്പോഴാണ് എന്തർത്ഥം വരുന്നത്? തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം വരുന്നത്. ഖദ് വെർബിനോട് കൂടി വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം വരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും എന്നുള്ള ഇസ്മിനോട് കൂടി വരികയാണെങ്കിൽ എന്താ ഉപയോഗിക്കുക? ഇന്ന ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന മുഹമ്മദൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവിടെയൊക്കെ ഇന്ന ഉപയോഗിച്ചത് ഇസ്മിൻ്റെ കൂടെ വരുമ്പോഴാണ്, നൗണിനോട് കൂടി വരുമ്പോഴാണ്. ഖദ് വരിക ക്രിയയുടെ കൂടെ മാത്രമേ വരുള്ളൂ. ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഖദ് പിന്നെ മാദിയായ ഫീലിനോട് കൂടെ അഥവാ പാസ്റ്റ് ടെൻസിനോട് കൂടെ വരുമ്പോഴേ തീർച്ചയായിട്ടും ഇതിൽ അർത്ഥം കിട്ടുള്ളൂ. അത് പിന്നെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസോ അഥവാ മുലാരിയായ ഫീലിനോട് കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്നില്ല അർത്ഥം. അപ്പം നിങ്ങൾ എന്തൊക്കെ മാറ്റേണ്ടതിന്? ഖദ് വെർബാവണം, ആ വെർബന്നെ മാദിയാവണം, പാസ്റ്റ് ടെൻസ് ആവണം അഥവാ ഭൂതകാലക്രിയ ആവണം, എന്നാലേ ഖദിന് തീർച്ചയായും അർത്ഥം കിട്ടുള്ളൂ. ഇനി ആ ഖദ് ഫ്യൂച്ചർ ടെൻസോ പ്രസന്റ് ടെൻസോ ആയ മുലാരിയായ ഫീലിനോട് കൂടെ അഥവാ എന്താ പറയാ വർത്തമാനകാലക്രിയയോട് കൂടിയാണ് വന്നതെങ്കിൽ ആ ഖദിന് ചിലപ്പോൾ എന്ന് അർത്ഥം കിട്ടുക. അപ്പം എന്താ ഇപ്പം ഖദിന് അവിടെ തഫ്സീറിൽ ഇങ്ങനെ ഇവിടെ എങ്ങനെ എന്ന് ചിലപ്പോൾ നിങ്ങൾ വായിക്കും. അത് ആ കൺഫ്യൂഷൻ ഇല്ലാതാക്കാനാണ് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാദിയായ ഫീലിനോട് കൂടെ പാസ്റ്റ് ടെൻസിനോട് കൂടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഖദ് തീർച്ചയായിട്ടും അഫ്ലഹ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഭൂതകാലക്രിയല്ലേ, മാദിയല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ? ആണ്. പിന്നെ അതേപോലെ തന്നെയാണ് വഖദ് ഖാബ, പരാജയപ്പെട്ടിരിക്കുന്നു, തീർച്ചയായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടും ആ ഖദിൻ്റെ പ്രയോഗം മനസ്സിലായില്ലേ? ഇനി അഫ്ലഹ എന്ന് പറഞ്ഞാൽ എന്താ? വിജയിച്ചു. സാധാരണ ഈജിപ്തുകാര് പിന്നെ കൃഷി ചെയ്യണതിന് എന്താ പറയാ? കൃഷിക്കാരൻ എന്താ ഈജിപ്തുകാർ പറയല്? എന്താ പറയാ? ഫല്ലാഹ് എന്നാ പറയാ. എന്താ പറയാ? ഫല്ലാഹ് അല്ലേ? ഫല്ലാഹ് എന്നാണ് കൃഷിക്കാർക്ക് പറയാ. നമ്മളൊരു വിളവെടുത്ത് പിന്നെ വിളവെടുത്തിട്ട് അതിൽ വരുന്ന വിജയത്തിനാണ് എന്ത് പറയാ? അതിൽ വരുന്ന വിജയത്തിനാണ് എന്ത് പറയാ? അഫ്ലഹ എന്ന പദപ്രയോഗം സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പിന്നീട് അത് എന്തായി? ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ലഭിക്കുന്ന വിജയത്തിനാണ് എന്ത് ഉണ്ടാവുക? അഫ്ലഹ. അഫ്ലഹ എന്ന് പറയുന്നതും അൻജഹ എന്ന് പറയുന്നതും അഫ്ലഹ ഒരുപാട് പദപ്രയോഗമുണ്ട്. വിജയിച്ചു എന്നില്ലേന് അഫ്ലഹ. പിന്നെ നജഹ, ഒരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാണ് ഒരു ഹദഫ് ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോള് നേടിയെടുക്കുന്നതിനാണ് എന്ത് പറയാം?
അഫ്ലഹ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വിജയത്തിനാണ് എന്ത് പറയാ, അഫ്ലഹ, ലക്ഷ്യം നേടിയെടുക്കുന്ന രൂപത്തിലുള്ള വിജയം. ഇപ്പൊ കൃഷിക്കാരൻ കൃഷി ചെയ്താൽ പൈനോന് ലക്ഷ്യം ഉണ്ടാവൂലേ, എന്തിനാ വിത്തിറക്കണത്, വിളവ് കിട്ടണം അല്ലേ, അതിന് പിന്നെ ഇത് കിട്ടണം, ആ വിളവ് കിട്ടണം എന്ന അർത്ഥത്തിനാണ് ഇത് പറയാ അഫ്ലഹ. ഇവിടെ ശർഈ ആയിട്ട് ആ പദപ്രയോഗം ഉപയോഗിക്കുന്നത് ദുനിയാവിലും പരലോകത്തിലും ഒരാൾക്ക് വിജയം കരസ്ഥമാക്കുന്നതിനാണ് അഫ്ലഹ. പിന്നെ പറയുന്നത് മൻ. മൻ എന്ന് പറഞ്ഞാൽ എന്താ, ആരാവട്ടെ അവനാ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ. മൻ ആർക്ക് പറയും, ആണിനും പറയും പെണ്ണിനും പറയും. അപ്പം ആണായാലും പെണ്ണായാലും അങ്ങനെയുള്ള ആൾക്കാണ് മൻ എന്ന് പറയുന്നത്. പിന്നെ മൻ എന്ന് പറയുമ്പോൾ ഓം ബുദ്ധിമാനും ആയിരിക്കണം, ബുദ്ധിമാന് ആയിരിക്കണം. സാധാരണ മരങ്ങളോ അതേപോലുള്ള ജമാദാത്തുകൾക്ക് എന്ത് പറയില്ല, മൻ എന്ന് പറയില്ല, മ എന്നേ പറയുള്ളൂ. അപ്പോൾ ഖദ് അഫ്ലഹ മൻ, അതുകൊണ്ടാണ് മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ, ആണാവട്ടെ പെണ്ണാവട്ടെ യാതൊരുത്തൻ വിജയിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നത് സക്ക. സക്ക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, സക്ക. സക്കാത്തൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് അല്ലേ. സക്കാത്തിൻ്റെ അർത്ഥം എന്താ, അതിന് തന്നെയാണ് ആ പദം. എന്താ ഈ സക്കാത്ത് അറിയണത്, സക്കാത്ത് എന്ന് പറയുന്നത് ഒരർത്ഥം ശുദ്ധീകരിക്കുക, മറ്റൊരർത്ഥം വളരുക അല്ലേ. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത്, സക്ക എന്ന് പറയുമ്പോൾ രണ്ട് ആശയം അതിൽ വരുന്നുണ്ട്. ഒന്ന് ശുദ്ധീകരിക്കലുണ്ട്, രണ്ട് ആ വളർത്തലുണ്ട് അല്ലേ. ആ വളർത്തലുണ്ട്, ശുദ്ധീകരിക്കലുണ്ട്. ഇനി ഹ എന്ന് പറയുന്ന ആരെ പറ്റിയാണ്, മനുഷ്യന്റെ മനസ്സിനെ പറ്റിയാണ് അല്ലേ. അപ്പം ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതിനെ വളർത്തുകയും ചെയ്തവനാരോ അവൻ വിജയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ തെസ്കിയത്ത് എന്ന് പറയുന്നത്. സക്ക എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, തെസ്കിയത്ത്. ആ പദത്തിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാവുന്നത്, തെസ്കിയത്ത് എന്ന് പറയുന്ന ആശയം ഉണ്ടാവുന്നത്. തെസ്കിയത്ത് പറഞ്ഞാൽ എന്താ, സക്ക എന്നതിൻ്റെ ക്രിയാധാതുവാണ് ഇത് തെസ്കിയത്ത്. സക്ക എന്നതിൻ്റെ ക്രിയാധാതുവാണ് തെസ്കിയത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് സംസ്കരിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യാറുള്ളത്. ഒരു സംഗതി സംസ്കരിക്കണമെങ്കിൽ, ഇനി ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു കണ്ണാടി. ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖം കാണണമെങ്കിൽ എന്താവണം, ആ കണ്ണാടി ക്ലിയർ ആവണം അല്ലേ, പ്യുവർ ആവണം, നല്ല ശുദ്ധി ഉണ്ടാവണം, വൃത്തി ഉണ്ടാവണം. അതിന് കുറേ പൊടിയൊക്കെ ഉണ്ടെങ്കിലോ നമ്മളെ മുഖം ആ ഉള്ളതുപോലെ കാണൂല, നമ്മുടെ ശരീരം ഉള്ളതുപോലെ കാണൂല, ആ ശരീരത്തിന് എന്തോ കോട്ടുള്ളത് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. ഇതേപോലെ ആണ് മനുഷ്യൻ്റെ മനസ്സ്. മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ജനനം മുതൽ മരണം വരെ എന്നും ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം എന്നാണ്, എന്നും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സക്ക, അക്ക എന്നുള്ളതിന് ശ്രദ്ധ ഉണ്ടല്ലോ നിങ്ങൾ, അത് ഒരിക്കൽ സക്ക എന്ന് പറയണം, സക്ക എന്ന് പറയണം അറബിയിൽ അർത്ഥം ഒന്ന് തന്നെയാണ്, അറബിയിൽ അർത്ഥം ഒന്ന് തന്നെയാണ്. സക്ക എന്ന് പറഞ്ഞാൽ, സക്ക എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെയാണ്, സക്ക എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെ. പക്ഷെ വ്യത്യാസം എന്താ, സക്ക എന്ന് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണവും വളർച്ചയുണ്ട്, സക്ക എന്ന് പറയുമ്പോഴും അതിൽ ശുദ്ധീകരണവും വളർച്ചയുണ്ട്. പക്ഷേ സക്ക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കഥ മുറിച്ചു, കട്ട് ചെയ്തു. കഥ എന്ന് പറഞ്ഞാലോ ഒരു ശബ്ദ കൊടുത്താലോ, പീസ് പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തു, ആ കട്ട് ചെയ്ത് തന്നെ പിന്നെയും കട്ട് ചെയ്തു, കട്ട് ചെയ്ത് തന്നെ പിന്നെയും കട്ട് ചെയ്തു, കട്ട് ചെയ്ത് തന്നെ പിന്നെയും കട്ട് ചെയ്തു. അതിലെന്ത് വരുന്നുണ്ട്, കട്ട് ചെയ്യലിൻ്റെ ഒരു ആവർത്തനം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്, കട്ട് ചെയ്യുന്നതിൻ്റെ ആവർത്തനം വരുന്നുണ്ട്. ഇതേപോലെ മനസ്സിനെ ശുദ്ധീകരിക്കുക, അത് ഒരിക്കൽ ശുദ്ധീകരിച്ച പോലെ വീണ്ടും ശുദ്ധീകരിക്കുക, വീണ്ടും ശുദ്ധീകരിക്കുക, വീണ്ടും ശുദ്ധീകരിക്കുക, ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ള ആവർത്തനവും കണ്ടിന്യൂസും കാണിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശബ്ദ് അവിടെ കൊടുത്ത്. മനസ്സിലായി നിങ്ങൾക്ക്. സക്കാത്ത് എന്ന് പറഞ്ഞാലും സക്ക എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം ഒന്നാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എന്തുണ്ട്, ഈ ഒരു ആശയം അതിലുണ്ട്. എന്ത്, ഒരിക്കൽ ശുദ്ധീകരിച്ചാൽ പോരാ, എന്ത് വേണം,
കണ്ടിന്യൂ ആയിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കണം. അതാണ് തെസ്കിയത്ത്. ഇനി നമ്മളൊരു സംഗതി തെസ്കിയത്ത് ഇതിപ്പോൾ പറയണൊക്കെ ഭാഷകളാണ് കേട്ടോ, ഭാഷാർത്ഥമാണ്. ഇനി നമ്മളൊരു സംഗതി ഏതെങ്കിലും ഒരു കാര്യം ശുദ്ധീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരിക്കായി പ്യുവറായിട്ട് ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ അടുക്കള പാത്രം എടുക്കുക. അടുക്കളയിൽ ഒരു പാത്രം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, ഒരു പാത്രം. ആ പാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അതിൽ കുറേ അഴുക്കുകളുണ്ടാവും, അത് കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ആ കഴുകി വൃത്തിയാക്കിയ പാത്രത്തിൽ നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾ പിന്നെ അതിൽ നിറക്കും വേണം. അപ്പോഴേ തെസ്കിയത്ത് ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ മനസ്സിൽ വരിക, മനസ്സിൽ ഒരുപാട് അഴുക്കുകളും ചേറുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അതേപോലെ ഒരുപാട് ദുസ്വഭാവങ്ങളും ഒരുപാട് അസൂയ, പക, അതേപോലെ ഈറ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ മനസ്സിലിങ്ങനെ കട്ടി പിടിച്ച് നിൽക്കുക അല്ലേ? ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ഒരുപാട് പകകളും അതേപോലെ വിദ്വേഷങ്ങളും ഒക്കെ തുടങ്ങി ഒരുപാട് ദുസ്വഭാവങ്ങളും അതേപോലെ അന്ധവിശ്വാസങ്ങളും ശിർക്കും ഒക്കെ കൊണ്ടിങ്ങനെ കറ പിടിച്ച് നിൽക്കുകയാണ് മനസ്സ്. അപ്പം ആ മനസ്സിനെ ശരിക്കും ശുദ്ധിയാക്കി വൃത്തിയാക്കി അതിൽ തൗഹീദും സൽസ്വഭാവവും ഒക്കെ നിറയ്ക്കേണ്ടതുണ്ട്. കാരുണ്യം പോലുള്ള സൽസ്വഭാവം, ഇങ്ങനെ സ്വഭാവം എണ്ണിയാൽ ഒരുപാടുണ്ടാവും. അതേപോലെ വിശ്വാസ കാര്യങ്ങൾ, അത്തരം നല്ല കാര്യങ്ങൾ അതിൽ നിറക്കണം. അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? തസ്കിയത്ത്. അപ്പം നോക്കി നിങ്ങൾ, അള്ള പറഞ്ഞ ചെറിയൊരു പദം, വഖദ് അഫ്ലഹ മൻ സക്കാഹ. മനുഷ്യ മനസ്സിനെ ആര് സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു. അത് പറയാൻ എളുപ്പമുണ്ടാവും, പക്ഷെ എന്ത് വേണം? നമ്മളെ മനസ്സിൻ്റെ അകത്തുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നന്മകൾ നിറക്കണം, അഥവാ തൗഹീദ് നിറക്കണം, വിശ്വാസം നിറക്കണം, എങ്കിലേ അവൻ വിജയിച്ചു. ഇനി അള്ള പറഞ്ഞ സക്ക എന്നാണല്ലോ, അത് സംസ്കരിക്കാൻ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് എന്തൊക്കെ മാർഗങ്ങളല്ലേ? നമ്മുടെ മനസ്സിനെ ശരീരം വൃത്തിയാക്കാൻ ഇവിടെ ഒരുപാട് സോപ്പുകളുണ്ട്. ശരീരം വൃത്തിയാക്കാൻ എന്തുണ്ട്? ധാരാളം എന്തുണ്ട്? സോപ്പ് ലായനികളൊക്കെ ഉണ്ട് അല്ലേ? ശരീരം വൃത്തിയാക്കാൻ നമ്മളുള്ള കാശ് മുഴുവൻ കൊടുത്ത് നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കും. എല്ലാവരും, ഞാനടക്കം അങ്ങനെ അല്ലേ? നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് ശരിയാക്കി അതൊക്കെ നമ്മൾ വൃത്തിയാക്കും. അതിന് നമ്മൾക്ക് തയ്യാറാണ്. ഏത് മനുഷ്യനും അത് ചെയ്യും. ശരീരത്തിൻ്റെ ഭൗതികമായ ആ ഭാഗങ്ങൾ, ആന്തരികമായ ഭാഗങ്ങളും ശരിയാക്കും. എന്നാൽ ഇതേ ഒരു ആഗ്രഹം, ഇതേ ഒരു ഹെർസ് ഒരു മനുഷ്യനെ അവൻ്റെ മനസ്സ് വൃത്തിയാക്കാനുണ്ടോ? ഇല്ല. മനസ്സിലെന്നും അസൂയയും പകയും അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തുകളും ഒക്കെ എന്നും ഇങ്ങനെ നിറച്ചിട്ടായിരിക്കും. നല്ല പുതിയ ഡ്രസ്സും മിനിക്ക് ഇസ്തിരിയിട്ട കുപ്പായൊക്കെ ഇട്ട് ഓൻ്റെ ശരീരമൊക്കെ പിന്നെ ക്രീമൊക്കെ തേച്ച് മിനിക്ക് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഈ ശരീരത്തിന് കൊടുക്കണ അതേ ഇത് ഏതിനും കൊടുക്കണം? മനസ്സിനും കൊടുക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല സക്ക എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ സൂത്രം? അപ്പം ഇത് ശരീരം വൃത്തിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരീരം വൃത്തിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സോപ്പും ലായനിയൊക്കെ കൊണ്ട് വൃത്തിയാക്കാം. എന്നാൽ മനസ്സ് വൃത്തിയാക്കാൻ എന്താ മാർഗമുള്ളത്? അതാണ് നമ്മുടെ ചിന്താവിഷയം. ശരീരം വൃത്തിയാക്കാൻ പങ്കൊന്നും വേണ്ട, ഏതെങ്കിലും ടൈഡോ പിന്നെ ഓമോ ഏതെങ്കിലുമൊക്കെ പൊടിയിട്ട് നമ്മളെ ഡ്രസ്സും ശരീരമൊക്കെ വൃത്തിയാക്കാം. എന്നാൽ മനസ്സ് വൃത്തിയാക്കാൻ ലോകത്ത് എന്താണ് മാർഗമുള്ളത്? എന്താ നമ്മൾ ചെയ്യണം? മനസ്സ് വൃത്തിയാക്കാൻ ആലോചിച്ച് നോക്കിയാണ്. എന്താ ചെയ്യണത്? ഒന്നാമത് അള്ളാഹു മനസ്സ് വൃത്തിയാക്കാൻ തന്ന ഒരു സംഗതിയാണ് നമസ്കാരം. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ. പിന്നെ സൂറത്ത് അയലയിലെ വചനം നോദിയാണ്. സബ്ബിസ്മയിൽ ഒരു ഇതുണ്ട്, എന്താണ്? ഫഖദ്റ. അവിടെ എന്ത് പറയണ്ട? പിന്നെ വദക്കറ അസ്മ റബ്ബിഹി ഫസല്ല. അള്ളാഹ് തസ്കിയത്ത് പറഞ്ഞ ഉടനെ തന്നെ അടുത്ത് എന്താ പറയുന്നത്?
നമസ്കാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. റബ്ബിനെ നമസ്കരിച്ചു കൊണ്ട് ഓർത്തവൻ. അപ്പം നമസ്കാരം കൊണ്ടാണ് ഒന്നാമതായി മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ കഴിയുക. രണ്ടാമത്തൊന്ന് വദക്കറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തൗഹീദുള്ളവനാവുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും. നമസ്കാരത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇപ്പം ഇനി വരാൻ പോണ നോമ്പ് മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും. ഹജ്ജ് മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും. അള്ളാഹിനെ പറ്റിയുള്ള ദിക്ർ മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ പറ്റും. പ്രാർത്ഥനകൾ, അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലുന്ന ദിക്റുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച്. നിങ്ങളൊന്ന് ആലോചിക്കുക, എപ്പോഴാ പിന്നെ നമ്മളെ മനസ്സിൽ കേടുവരാ? രാവിലെ അവിടെ എണീച്ച് ആ തഹജ്ജുദൊക്കെ നമസ്കരിച്ച് സുബീൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് ആ രാവിലെ ചെല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലി ആ സുബി നമസ്കാരം കഴിഞ്ഞ് വീണ്ടും ദിക്റ്. പിന്നെ എവിടെ മനസ്സിലേക്ക് വേണ്ടാത്തതൊന്ന് വരാൻ സമയം ഇല്ല. പിന്നെ ഡ്യൂട്ടിക്ക് പോയി പോകുമ്പോഴും ദിക്റുകൾ അല്ലേ? ഡ്യൂട്ടിക്ക് പോയി ഇരുന്നാലും പ്രാർത്ഥന, ഉടനെ തന്നെ ലൂർവാൻ കൊടുക്കും, അപ്പോഴും പ്രാർത്ഥന, വീണ്ടും നമസ്കാരം, വീണ്ടും നമസ്കാരം, വീണ്ടും നമസ്കാരം, വീണ്ടും ഉറങ്ങുമ്പോഴും പ്രാർത്ഥനകൾ, ദിക്റുകൾ. എവിടെ നമ്മളെ മനസ്സ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് മലീമസമാക്കാൻ പറ്റൂല, അതിന് അവസരം ഉണ്ടാവില്ല. ശരിക്കും ആ റൂട്ടിലൂടെ പോണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഇങ്ങനത്തൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ അധിക സമയം ഈ ഇതിലിങ്ങനെ തോണ്ടുക. അതിലാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ സമയം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ചാനലിൻ്റെ മുമ്പിൽ അത് കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അധിക ടൈമും അതാവുമ്പോൾ അതായിരിക്കും നമ്മളെ മനസ്സിൽ ഇങ്ങനെ പതിയ അല്ലേ? നമ്മൾ എന്തൊന്ന് കണ്ടുകൊണ്ടിരിക്കണോ അത് നമ്മളെ മനസ്സിൽ എന്തുണ്ടാവും? പതിയും. നമ്മൾ എന്താണോ എങ്ങനെ ഇപ്പോൾ പിന്നെ ഒരാളെ ആദ്യം നിങ്ങളെ തലയിൽ എന്താ വരിക? നിങ്ങൾ കാണുന്നൊരു സംഗതി എന്താ വരിക? നമ്മളിപ്പോൾ ഒരു സാധനം, ഇവിടെ ഒരു പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു, എന്താ ആ കണ്ടാൽ എന്താ ഉണ്ടാവുക? എവിടേക്കാ പോവത്? എവിടേക്കാ വിവരം കൊടുക്കുക? ബ്രെയിനിൽ നമ്മളെ നാസിയത്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ? നമ്മളെ മെമ്മറിയും ഒരുപാട് ഓഫീസുകളുടെ കേന്ദ്രമാണ് ഈ മുൻഭാഗം അല്ലേ? നാസിയത്തിൻ കാദിബ എന്നൊക്കെ ഖുർആൻ പറയില്ലേ? നമ്മളെ അർത്ഥം പറയൽ കുടുംബ പിടിക്കുന്ന. ആ കുടുംബ പറഞ്ഞാൽ എന്താ? ആ കുടുംബം അല്ലത്. ശരിക്ക് എന്താണ്? മനുഷ്യൻ അവൻ കളവ് ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കണ അവൻ്റെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത്, അതിന് ഇംഗ്ലീഷിൽ പേരുണ്ട്, ഞാൻ മറന്നുപോയി, അറബിയിൽ അതിന് പറയാൻ നാസിയത്ത് എന്നാ. ആ നാസിയത്തിൻ്റെ ഭാഗത്താണ് അവൻ ആ കളവ് ചെയ്യാനും കളവ് പറയാനൊക്കെ പ്രേരിപ്പിക്കണത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു അവൻ്റെ മെമ്മറിയിൽ അതുണ്ടാവും, പോകുന്നില്ല, അതവിടെ റെക്കോർഡായി. അതുകൊണ്ട് അള്ളാഹു തആല നാളെ പരലോകത്ത് വയ്ക്കുമ്പം ആ നാസിയത്ത് ഇങ്ങോട്ട് പിടിക്കുന്ന അറിയുന്നതാ അല്ലേ? ആ കമ്പ്യൂട്ടറിലെ സംഗതി അവിടെ ഉണ്ടാവും, പോവില്ല. ഞാൻ എത്ര കളവ് പറഞ്ഞാലും, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ പ്രേരിപ്പിച്ച അതിൻ്റെ ഓഫീസ് ഉണ്ടാവും അവിടെ. ആ ഓഫീസിൽ നിന്നുള്ള ഓർഡർ വന്നിട്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്യണത് അല്ലേ? ഒരു നന്മ ചെയ്യണത് അങ്ങനെ തന്നെ. ഞാനൊരു നന്മ ചെയ്യണത് അവിടുന്ന് കണ്ട ഒരു സംഗതി എൻ്റെ ഇതിൽ അവിടെ ഉണ്ടാവും, ദാക്കിറത്തിലുണ്ടാവും, എൻ്റെ മെമ്മറിയിലുണ്ടാവും, അത് പോവില്ല. അതുകൊണ്ട് അള്ളാഹു തആല നാസിയത്തിനെ പിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വേറെ വിഷയമാണ്. അപ്പം നമ്മളൊരു സംഗതി കാണുമ്പോൾ നേരെ എങ്ങോട്ട് വിവരം കൊടുക്കും? തലച്ചോറിലേക്ക് വിവരം കൊടുക്കും. അവിടെ സെക്കൻഡ് വെച്ച് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനം ഉണ്ടാക്കും. എന്ത് അയാളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശരിക്കും വദക്കറസ്മ റബ്ബിഹി ഫസല്ല, രക്ഷിതാവിൻ്റെ നാമം എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഓർക്കുക? എങ്ങനെയാണ് നമ്മൾ രക്ഷിതാവിൻ്റെ നാമം ഓർക്കുക? രാവിലെ സൂര്യൻ എങ്ങനെ കാണുമ്പോൾ അല്ലേ? ഒരു ദിവസം കാണാതാവുമ്പോൾ നമ്മളതിന് ചിന്തിക്കും, എന്തിപ്പം ഇന്ന് സൂര്യൻ ഇല്ലാഞ്ഞ്, ഇന്നിപ്പോൾ എന്തെങ്കിലും ഗ്രഹണം ബാധിച്ചോ, അതോ എപ്പോഴും രാത്രി തന്നെയാണോ, അല്ലെങ്കിൽ പകലായിട്ടില്ലേ? നമ്മൾ ചിന്തിക്കൂലേ അല്ലേ? ഒരു സംഗതി പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കൂലേ? ഒരു അനുഗ്രഹം കിട്ടുന്നത് ഏതെങ്കിലും ഒരു ടൈമിൽ ഇല്ലാതാകുമ്പോൾ എന്തായാലും ചിന്തിക്കും അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തലച്ചോറിലേക്ക് തരും. ആരാണ് ഇപ്പോൾ അവിടെ സൃഷ്ടിച്ചിരുന്നത്? ആരാ അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നൊരു ചിന്ത വരൂലേ? ആ ചിന്തയിലൂടെ ആ സൃഷ്ടാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കും, ആ സൃഷ്ടാവിനെ പറ്റി നമ്മൾ ചിന്തിക്കും.
അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ആ അള്ളാഹുവിലേക്ക് ആ സിട്ടാവിലേക്ക് നമ്മളെത്തും. അതാണ് വദക്കറസ്മ റബ്ബിഹി എന്ന് പറയുന്നത്. ആ ഏതൊരു വസ്തുവാണോ ഈ പ്രകൃതിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യമാണോ അതിനെപ്പറ്റിയൊക്കെ അതിൻ്റെ രക്ഷിതാവിനെ പറ്റി ഇങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ദുനിയാവിലും ഇപ്പം നമ്മളെങ്ങനെ തന്നെയല്ലേ? ദുനിയാവിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ ഒരാൾ ഇന്ന് വന്നില്ല സപ്പോസ്. അപ്പം നിങ്ങൾ ഇങ്ങനെ പോയിരുന്നു എന്താ ഇപ്പം അയാൾ വരാഞ്ഞേ? അതിനാണ് തഅമ്മുൽ എന്നറിയാം അല്ലേ? വരാഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താ? തഅമ്മുൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരാൾ തഅമ്മുൽ, ഒരാളിങ്ങനെ ആലോചിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ഉണ്ടാവുക? തഅമ്മുൽ എന്ന് പറയുന്ന ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്ന എന്താ? നമ്മളെ ബുദ്ധി എടുക്കാൻ പോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇയാൾ വന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുക എവിടേക്കപ്പോൾ അയാൾ പോയത്? പിന്നെ ഞാൻ അയാൾ അന്വേഷിക്കും അല്ലേ? അയാൾ എവിടെയാണെന്ന് അറിയാനുള്ള അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിലൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാലോ അയാളെപ്പറ്റി ഞാൻ പഠിക്കും അല്ലേ? ആ അന്വേഷണത്തിലൂടെ ഞാൻ പഠിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ അയാളെ പരിചയപ്പെടും. പരിചയപ്പെട്ടാൽ അയാളുടെ യോഗ്യതകളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് അയാളുടെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അയാളുടെ അടുത്തേക്ക് മുന്നിട്ട് വരും അല്ലേ? ഇതന്നെയാണ് ദുനിയാവിൽ നടക്കണേ. ഇതന്നെയാണ് പടച്ചോനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. പടച്ചോനെ പറ്റി നമ്മളെങ്ങനെ മനസ്സിലാക്കുക? റബ്ബിനെ പറ്റി നമ്മളിങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തം. എന്താ ഈ പ്രപഞ്ചം എന്ന് അറിയണത്? പ്രപഞ്ചം എന്ന് അറിയണത് എന്താ? മാ സിവല്ലാ ഫഹുവൽ കൗൻ എന്ന. അല്ലാത്തതൊക്കെ പ്രപഞ്ച. അല്ലാത്തതൊക്കെ പ്രപഞ്ച. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട് കാണും ദൃശ്യമായതും അദൃശ്യമായതും കണ്ണെത്താ ദൂരത്തുള്ള ഒരുപാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് എത്ര ശതമാനം പ്രപഞ്ചത്തെ പറ്റി മനുഷ്യൻ പഠിച്ചിട്ടുള്ളൂ? 4% എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാക്കിയുള്ളതൊന്നും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കൂ, അല്ലാത്തതൊക്കെ പ്രപഞ്ച. ഈ പ്രപഞ്ചത്തിലെ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കണം നമുക്ക്, അറിയണം നമുക്ക്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ആ സിട്ടാവിനെ പറ്റി നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ മുന്നിട്ട് ചെല്ലും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സിട്ടാവിൻ്റെ യോഗ്യത മനസ്സിലാക്കി നമ്മൾ ആ സിട്ടാവിനനുസരിക്കും, ആ സിട്ടാവിനെ ഇബാദത്ത് ചെയ്യും. ഇതാണ് ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ദിക്ർ. അതിനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, അള്ളാഹിനെ മനസ്സിലാക്കുക, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുക. നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ദിക്റായി തോന്നും. എപ്പോഴാണ് നമ്മൾ ശരിക്കും സുബ്ഹാനല്ലാഹ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദിക്റാണ്. ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോഴാണ് എന്താ ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്? ലാ ഹൗല എന്ന് പറഞ്ഞാൽ എന്താ? കഴിവില്ല. വലാ ഖുവത എന്ന് പറഞ്ഞാലോ ശക്തിയില്ല. ഇല്ലാ ബില്ലാഹ് രണ്ടും ഒന്ന് തന്നെയല്ലേ? കഴിവും ശക്തിയും ഇല്ല ഒന്ന് തന്നെയല്ലേ? എന്നാൽ അവിടെയൊക്കെ ഓരോ സൂത്രമുണ്ട്. ലാ ഹൗല, ഇപ്പം ഈ നിന്ന സീറ്റിന്ന് കാലങ്ങട്ടൊരു ഇത്തിരിയാണ്ട് അനക്കണമെങ്കിൽ യാതൊരു കഴിവും മനുഷ്യ നിനക്കില്ല എന്നാണ് അല്ലേ? ആ നിന്ന നിൽപ്പുന്ന എൻ്റെ തന്താവരിലൊന്ന് പൊന്തിക്കണമെങ്കിൽ എന്തില്ല? നിനക്കൊരു യാതൊരു കഴിവുമില്ല, അള്ളാഹ് തന്നെ തരണം എന്നാ. ആലോചിച്ച് നോക്കുങ്ങൾ, നിന്നോടത്തുനിന്ന് കൊയഞ്ഞു വീണ് മരിക്കണമൊക്കെ കണ്ടില്ലേ? നിത്യസംഭവമാണ് ഇപ്പം ഇന്ന് അല്ലേ? കുവൈത്തിലല്ല എല്ലായിടത്തും അല്ലേ? അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ, ആ റബ്ബിൻ്റെ ഇത് നമുക്ക് സഹായം കിട്ടിക്കൊണ്ടിരിക്കണം, തൗഫീക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? ഞാൻ എത്ര ആരോഗ്യവാനാണെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല, റബ്ബിൻ്റെ സഹായം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ കണ്ണിങ്ങനെ ഇമ വിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ, കണ്ണ് ഇമ വിട്ടില്ലേ? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണത്? എത്ര പ്രാവശ്യമാണ്? എൻ്റെ ഓർമ്മ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായി തരില്ല. എൻ്റെ ഓർമ്മ 18 പിന്നെ ഒരു മണിക്കൂറിൽ 1800 അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും തെറ്റിനെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം അതിങ്ങനെ നമ്മളറിയാതെ ഇമ വെട്ടുണ്ട് അല്ലേ? ഓരോരുത്തരും നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ട് അപ്പം ആ കണ്ണ് ഇങ്ങനെ ഇമ വിട്ടണ്. ഞാൻ ഇപ്പം നിങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങളെ കണ്ണിമ വിട്ടുണ്ട് അല്ലേ? നിങ്ങളെ ഉദ്ദേശമൊന്നുമില്ല, നിങ്ങൾ വിചാരിച്ചിട്ടാ
ആ കണ്ണിമ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ഹാർട്ടോ നമ്മൾ വിചാരിച്ചിട്ടാ ഇങ്ങനെ ടീം ടീം എന്ന് പറഞ്ഞാൽ പെൻഡുലം ഇങ്ങനെ ആടുന്നത് ആണോ? അല്ല, ആലോചിച്ച് നോക്കൂ. അപ്പം അതൊന്നും നമ്മളെ ഉദ്ദേശം ഇറാദത്തനുസരിച്ചല്ല, ഒക്കെ റബ്ബിൻ്റെ പ്രത്യേകം തൗഫീക്ക് കാരുണ്യം കൊണ്ട് ഇങ്ങനെ ചലിക്കുക അല്ലേ? ആ ചലിക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് നമ്മൾ മേപ്പെട്ട് നോക്കേണ്ടത്. എന്തിപ്പോൾ നിൽക്കാൻ കാരണം? ഒരു രോഗമല്ലേ, കണ്ണ് ഇമ വെട്ടാതെ കണ്ണിൻ്റെ പോളങ്ങനെ താന്നിക്കുന്ന രോഗത്തിന് എന്തോ സോസിയാസ് അങ്ങനെ ഒരു പേരുള്ള രോഗമുണ്ട്. പിന്നെ ആ കണ്ണിങ്ങോട്ട് പിന്നെ എന്ത് ചെയ്യില്ല, എന്താ നിങ്ങൾക്ക് അറിയാം പേര്? ടോസസ്. ആ പിന്നെ കണ്ണിൻ്റെ പോളം ഇങ്ങനെ താന്നിക്കും, പിന്നെ പൊന്തൂല. അങ്ങനെ രോഗമുണ്ട്. നമ്മൾ ഇത്ര അനുഗ്രഹീതരാ, ഈ കണ്ണ് നമ്മളറിയാതെ ഇങ്ങനെ പോള പൊന്തിക്കാനും ആ ഹിമ വെട്ടാനും നമുക്ക് കൈയുണ്ട് അല്ലേ? ശരിക്കും ലാ ഹൗല, പടച്ചോനെ ഈ കണ്ണ് ഇമ വെട്ടാൻ, ആ കണ്ണ് ഇമ വെട്ടാനുള്ള ശക്തി പോലും റബ്ബെ ഇഞ്ഞി തന്നില്ലെങ്കിൽ എനിക്കില്ല റബ്ബെ. അതാണ് ലാ ഹൗല അല്ലേ? ഞാൻ നിന്നേടത്ത് നിന്ന് ഒരു കാലം കെട്ടി നീക്കി വെക്കാൻ പടച്ചോനെ മാറ്റുക എന്നാണ് ഹൗല് എന്ന് പറഞ്ഞാൽ. ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക, അതിനുള്ള കഴിവോലും പടച്ചോനെ എനിക്കില്ല. പിന്നെ വലാ കുവ്വത്ത, യാതൊരു ശക്തിയുമില്ല. എവിടുന്ന യാതൊരു ശക്തിയില്ല എന്ന ലാ ഹൗല? എന്തുകൊണ്ട് അവിടെ അലിഫ്ലാം കൊടുത്തില്ല അള്ളാഹു? ലൽ ഹൗല വലൽ കുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞില്ല. അള്ളാഹ് അലിഫ്ലാം കൊടുക്കാതെയാണ് അവിടെ പറഞ്ഞത്. ലാ ഹൗല അലിഫ്ലാം ഉണ്ടായിമല് ലാ അൽ ഹൗല എന്നാണോ പറഞ്ഞത്? ലാ അൽ ഹൗല എന്ന് പറയാനെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ അങ്ങക്കുണ്ട് പഠിച്ചവനെ എന്ന് നമുക്ക് വാദിക്കാൻ പറ്റും അല്ലേ? കുറച്ച് അങ്ങക്കുണ്ട്, കുറച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അലിഫ്ലാമിനാണ്ട് ക്യാൻസൽ ചെയ്ത് പഠിച്ചോ. ലാ ഹൗല, യാതൊരു ശക്തിയുമില്ല. ശക്തി എന്ന് പറയാൻ പറ്റുന്ന ഒന്നങ്ങോട്ട് നീങ്ങാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ല. പിന്നെ വലാ കുവ്വത്ത, യാതൊരു ശക്തിയുമില്ല അല്ലേ? നമ്മൾ ശക്തി എന്ന് പറയുന്നത് എന്താ? സൈനിക ശക്തിയാവാം, ശരീരത്തിൻ്റെ ബലമാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ശക്തിയാവാം, പണത്തിൻ്റെ ശക്തിയാവാം, പിന്നെ ആൾ സ്വാധീനമാവാം. ഇങ്ങനെയുള്ളതൊക്കെ പെടുന്ന പദമാണ്. എണ്ണിയാലൊതുങ്ങാത്ത പരമ്പരകൾ നീണ്ടുകിടക്കുന്ന പദമാണ് കുവ്വത്ത്. വെറും ശരീരത്തിൻ്റെ ഹെൽത്ത് മാത്രമല്ല, അതൊന്നും പഠിച്ചവനെ എനിക്കില്ല. ഇല്ലാ ബില്ല, നിന്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ, അള്ളാഹിൻ്റെ തൗഫീക്ക് കൊണ്ട്. അപ്പം നമ്മൾ ആ ദിക്ർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശരിക്കും നമുക്ക് എന്ത് കിട്ടും? ഖദ് അഫ്ലഹ മൻ തസക്ക അല്ലെ? എന്താണ് ആ ആയത്തിൽ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇവിടെ പറഞ്ഞത് അതാ, സക്കാഹ. മനസ്സിനെ ആ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന സംഗതി ശരിക്കും അത് കിട്ടും അല്ലേ? ഏത് ദിക്ർ ചെല്ലുമ്പോഴും. അതുകൊണ്ട് അല്ലാഹു തആല വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ആ ദിക്റിൽ കിട്ടാണ്ട് നമസ്കരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ മൂല്യം ഉണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? എന്താ ഇപ്പം നമ്മൾ സുബ്ഹാനല്ലാഹ് എപ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നത്? സുബ്ഹാനല്ലാഹ് നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്തതിനു ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയണ്ടല്ലോ. എന്താ ഈ സുബ്ഹാനല്ലാഹ്? നമ്മൾ അതിൻ്റെ അർത്ഥം പറയാറുള്ളത് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അല്ലേ? അള്ളാഹു എത്ര പരിശുദ്ധനാണ് പഠിച്ചോനേഞ്ഞ് എന്നാണ് ആ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റൊരർത്ഥം കൂടി ഉണ്ട്. പഠിച്ചോനെ എനിക്ക് യാതൊരു കഴിവുമില്ല, എല്ലാ കഴിവും നിനക്കാണ് പഠിച്ചോനെ അല്ലേ? നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ വാഹനം അങ്ങോട്ട് മുന്നോട്ട് നയിക്കാൻ എനിക്ക് യാതൊരു കഴിവില്ല പഠിച്ചോനെ, അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ആ വാഹനത്തിൽ കയറുമ്പോൾ അത് പറയുന്നത് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്നെ മക്കത്ത് നിന്ന് ആ പിന്നെ ഫലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് അവിടെ നിന്ന് രാപ്രയാണം നടത്തിയപ്പോഴൊക്കെ ആയത്തിനെ പറ്റി അള്ളാഹു തആല തുടങ്ങിയ എന്താ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി. മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്താ? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് വരുന്ന ഏറ്റവും വലിയ ഇതെന്താ? എന്താണ്? ഓക്കെ, ഞാൻ പിന്നെ ഭൗതികമായിട്ട് ചോദിക്കാം. ഇയാൾ എന്നെ സഹായിച്ചു, പിന്നെ ഞാൻ അയാളെ കാണുമ്പോൾ എന്താ ഉണ്ടാവുക? ആ റബ്ബിനോടുള്ള ബഹുമാനം വേണം, ആ റബ്ബിനോടുള്ള സ്നേഹം വേണം അല്ലേ? ഇവിടെ ഒരു ദീനാറ് നിങ്ങൾ തന്നതിന് ഇത്രമാത്രം ബഹുമാനം നിങ്ങളോടുണ്ടെങ്കിൽ എത്രയോ എണ്ണിയാൽ ഒതുങ്ങാത്ത ദീനാറുകളുടെ സഹായമാണ്, കാരുണ്യമാണ് ആ റബ്ബ് എനിക്ക് ഇങ്ങനെ ഓരോ സെക്കൻഡിലും ചെരിഞ്ഞിരുന്നത്. അപ്പം ആ റബ്ബിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവിടെ തവാദു കാണിക്കണം, വിനയം കാണിക്കണം, ഒക്കെ കാണിക്കണം അല്ലേ?
ഇതാണ് നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. നമസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മുമ്പിൽ അങ്ങോട്ട് ഒരു അടിമയെപ്പോലെ റബ്ബിൻ്റെ അടിമയാവുകയാണ് അല്ലേ. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥാനം ഏതാ? ഏറ്റവും വലിയ ദുനിയാവിൽ ലഭിക്കാനുള്ള സ്ഥാനം അള്ളാഹിൻ്റെ അടിമയാവുക എന്നുള്ളതാണ്. അതിനാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. നമസ്കാരം അള്ളാഹ്ക്ക് ചെയ്യുന്ന ഒരു ഉബൂദിയത്താണ്. അള്ളാഹ്ക്ക് ചെയ്യുന്ന ഒരു ഉബൂദിയത്താണ്. റബ്ബിൽ പടച്ചോനെ ഞാൻ ആരുമല്ല, ഞാൻ നിൻ്റെ അടിമയാണ് പടച്ചോനെ അല്ലേ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കണം അല്ലേ. ഒരു പ്രാർത്ഥന പഠിച്ചോനെ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയിപ്പോൾ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ പഠിച്ചോൻ തന്നോട്ടെ എന്നല്ല, മറിച്ച് ഒരു സംഗതി നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ച്, ഇൽഹാഹ് എന്ന് പറയുന്നത് ആവർത്തിച്ച് ചോദിക്കണം. എന്നാൽ അതേ ചോദ്യം മനുഷ്യനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇപ്പം നിങ്ങളോടൊരു കാര്യം വീണ്ടും ചോദിച്ച കാര്യം തന്നെ വീണ്ടും ചോദിച്ചാൽ എന്തുണ്ടാവും? ദേഷ്യം പിടിക്കും അല്ലേ. ലാ ബനി ആദമ, ഒരു കവി ഭാഷയിൽ ഇങ്ങനെ ഉണ്ട്, മനുഷ്യപുത്രന്മാരോട് ഒരു കാര്യം നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കരുത്. ആവർത്തിച്ച് ചോദിച്ചാൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടും, കോപിക്കും. എന്നാൽ അള്ളാഹുവിനോട് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു കോപിക്കും. അപ്പം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടത ആവർത്തിച്ച് ഇങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മരണം വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. അതാണ് അള്ളാഹുവിനോട് നിരന്തരം ദിക്റും പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തിന്? ആത്മസംസ്കരണത്തിനുള്ള മറ്റൊരു മാർഗം. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. നമസ്കാരം അതിന് കിട്ടാനുള്ള മാർഗമാണ്, നോമ്പ് അതിൻ്റെ മാർഗമാണ്, ഹജ്ജ് അതിനുള്ള മാർഗമാണ്, സക്കാത്ത് അതിനുള്ള മാർഗമാണ്, ദിക്ർ ദുആകൾ പ്രാർത്ഥനകൾ അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കാനുള്ള മാർഗങ്ങളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊച്ചു വചനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനുഷ്യ മനസ്സിനെ ശുദ്ധമാക്കിയവൻ, അതിനെ സംസ്കരിച്ചവൻ ആരാണോ അവന് വിജയം ഉറപ്പാണ്, ദുനിയാവിലും പരലോകത്തും. സമയം അല്ലേ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.